This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman. നമസ്കാരം. അവർ TV 24/7 ഇന്ന് സിനിമാ വിശേഷങ്ങളിൽ നമ്മുടെ കൂടെ ഉള്ളത് പ്രിയപ്പെട്ട അലക്സാണ്ടർ പ്രശാന്താണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ അറിയാം. നമസ്കാരം. എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയിലേക്ക് എത്തുന്നത്? ഏത് വർഷം? 2002 നമ്മൾ എന്ന് പറഞ്ഞ സിനിമയാണ് എൻ്റെ ആദ്യത്തെ സിനിമ. നമ്മൾ കണ്ടവർക്ക് പിന്നെ ഞാൻ ടെലിവിഷൻ ആങ്കർ ആയിരുന്നു. ഏഷ്യാനെറ്റിൽ വാൽക്കണാടി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഞങ്ങൾ ചെയ്തിരുന്ന പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാം ചെയ്തപ്പോൾ ഉണ്ടായ പരിചയങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നുമാണ് ഞാൻ നമ്മളിലേക്ക് എത്തുന്നത്. പിന്നെ ടെലിവിഷൻ പ്രോഗ്രാം ഡെയിലി പ്രോഗ്രാം ആയിരുന്നുകൊണ്ട് സിനിമകളിൽ ചാൻസ് വെച്ച് നടക്കാനുള്ളൊരു സാഹചര്യം കുറവായിരുന്നു. പക്ഷെ എന്നാലും ഇടയ്ക്കുമ്പോഴേക്കൊക്കെ സിനിമകൾ ഇങ്ങനെ കിട്ടി അച്ഛനുറങ്ങാത്ത പടം എന്ന് പറഞ്ഞ ലാൽ ജോസിൻ്റെ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സിനിമയെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അന്ന് ഞാൻ ടെലിവിഷൻ പ്രോഗ്രാം കട്ട് ചെയ്തു, ഇനി ചെയ്യുന്നില്ല എന്ന് സീരിയസ് ആയിട്ട് സിനിമയിലോട്ട്. അപ്പോൾ അത് കട്ട് ചെയ്യലൊരു വല്ലാത്ത കടി. സിനിമ ചെയ്യാനായി TV കട്ട് ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ സിനിമ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഒരു 10 വർഷം 2015 ആക്ഷൻ ഹീറോ ബിജു വരെ അറിയാത്തൊരു യാത്രയായിരുന്നു. ആക്ഷൻ ഹീറോ ബിജു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏതാണ്ടൊരു അറിവ് കിട്ടി ഇനി സിനിമയിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത്. പിന്നിപ്പോൾ ഇങ്ങനെ ഇവിടെ വരെയൊക്കെ ആയി. അല്ല, സിനിമ ഈ എന്താണ് സിനിമയുടെ എക്സ്പീരിയൻസും പിന്നെ ചാനലിൻ്റെ എക്സ്പീരിയൻസും, ഇത് രണ്ടിൽ ഏതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ പാഷനേറ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയത്? ഇത് രണ്ടും ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന മീഡിയകളാണ്. ഇതിന് രണ്ടിനും ഈ പറഞ്ഞ പോലെ രണ്ടിനും വലിയ ജനങ്ങളുടെ അക്സെപ്റ്റൻസ് വേണം. പിന്നെ രണ്ടിലും കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സിനിമയായതുകൊണ്ട് സിനിമയിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യുന്നത് പോലും വലിയ സന്തോഷമാണ്. TV വലിയ കാര്യം ചെയ്യുന്നതിനെ കണ്ട് സിനിമയിൽ എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. സിനിമയാണ് ഞാൻ ആഗ്രഹിച്ചത്, സിനിമയിലെത്താനാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നത്. 22 വർഷമായിട്ടും ഞാനിപ്പോഴും സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് സിനിമയെ അത്രയധികം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. സിനിമയിൽ നിന്ന് കിട്ടുന്ന ഭാഗ്യങ്ങളോ സിനിമയിൽ നിന്ന് കിട്ടുന്ന ആഡഡ് ബെനിഫിറ്റ്സ് ഒന്നും എന്നെ ഇതുവരെ എനിക്കതിലൊന്നും വലിയ താല്പര്യം തോന്നിയിട്ടില്ല. അതായത് വലിയ വണ്ടികൾ, വലിയ വീട്, സ്ഥലങ്ങൾ, ആരാധകർ എന്നൊക്കെ പറയുന്ന അതിലെ കൂടുതൽ പബ്ലിസിറ്റി, കൂടുതൽ എക്സ്പോഷർ, അതൊന്നും എൻ്റെ മനസ്സിൽ അതൊന്നും ഇല്ല. ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെയല്ല. എൻ്റെ മനസ്സിൽ അതൊന്നും ഇല്ല. എൻ്റെ മനസ്സിൽ ഈ പറഞ്ഞ സിനിമയിൽ മരണം വരെ സിനിമയിൽ എന്തെങ്കിലും ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് മരണം വരെ സിനിമയിൽ നിൽക്കണമെന്നുള്ളതാണ് ആഗ്രഹം. അങ്ങനെ അതിനെ പോകുന്നു. ഓക്കെ. ഇപ്പം ഏതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഷൂട്ട്? ഇപ്പം ഞാനിപ്പോൾ ദുബായിൽ വന്നത് നമ്മുടെ MA നിഷാദ് എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം എന്നാണ് സിനിമയുടെ പേര്. ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കോട്ടയത്ത് തുടങ്ങി ഷൂട്ടിംഗ് ആണ്. കോട്ടയത്ത് നിന്ന് കുട്ടിക്കാനം പോയി, കുട്ടിക്കാനത്ത് നിന്ന് തെങ്കാശി പോയി, തെങ്കാശിയിൽ നിന്ന് പഞ്ചാബിൽ പോയി, പഞ്ചാബിൽ നിന്ന് ഇവിടെ വന്നു. ഇനി ഞങ്ങൾ ബോംബെക്ക് പോകും. കുറേ ലൊക്കേഷൻസ് ഉള്ള ഒരു സിനിമയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത്. ഞാനുണ്ട്, സുധീഷ് ചേട്ടനുണ്ട്, ഷൈൻ ടോം ചാക്കോ ഉണ്ട്, നിഷാദ് ഖായും ഞങ്ങളുടെ കൂടെ നല്ലൊരു വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഓക്കെ. ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് അല്ലേ ഈ ഒരു ഇത്? എനിക്ക് ഇതുപോലൊരു സിനിമ, ഞാൻ സിനിമയൊക്കെ വരുന്നതിന് മുമ്പ് സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നത് നമ്മൾ കണ്ട ലൊക്കേഷൻസ് ആണ്. ഊട്ടി, കൊടൈക്കനാൽ, ഇതുപോലത്തെ ഒക്കെ സ്ഥലത്ത് താമസിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഇതേവരെ അങ്ങനെ ഒരു അനുഭവം കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് കിട്ടുന്നത് ഈ സിനിമയിൽ. ഇവിടെ വന്നപ്പോൾ ഇത് മറ്റേ പൂജ വെച്ച് പൂക്കാലം കിട്ടിയ പോലെ ഇത്രയും ലൊക്കേഷൻസ്, കുറെ ടെറൈൻസ് ഉണ്ട്. കോട്ടയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു നാട്. അവിടുന്ന് കുട്ടിക്കാനം പോകുമ്പോൾ ഹൈ റേഞ്ച് എത്തി, അവിടുന്ന് തെങ്കാശി പോകുമ്പോൾ വെള്ളച്ചാട്ടം, വാട്ടർഫോള്, ഡ്രൈ ഭൂമികൾ, അതിലേക്ക് എത്തി. അവിടുന്ന് അമൃത്സറിലേക്ക് പോകുമ്പോൾ നോർത്ത് ഇന്ത്യൻ ഗോൾഡൻ ടെമ്പിളും അതുപോലത്തെ ഒരു ഭൂമികയിലേക്ക് പോയി പാടങ്ങളും. നമ്മുടെ പാടങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇതൊരു വേറൊരു ടെറൈനാണ്. അവിടുന്ന് ദുബായിലേക്ക് വരുമ്പോൾ അത് വേറൊരു ടെറൈനായി. ഇനി ബോംബെയിലേക്ക് പോകുമ്പോൾ വേറൊരു ബിസി നഗരത്തിൽ. ഇത്രയും
ലൊക്കേഷൻസ് ഉള്ള ഒരു സിനിമ ഞാൻ ആദ്യമായിട്ടാണ് ഓക്കെ. അഭിനയിക്കുന്നത്. അതിൻ്റെ ഒരു രസമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ടെന്നാണ് എനിക്ക് എൻ്റെ ഒരു ഇതിൽ താങ്കൾക്ക്. എങ്ങനെയാണ് ഈ സിനിമാ ജീവിതത്തിലും അതുപോലെ തന്നെ ഫ്രണ്ട് സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇവിടെ വന്നാൽ തന്നെ ഒരുപാട് സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി സമയം കണ്ടെത്തുന്നു. അത് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതിന് വലിയ അർത്ഥതലങ്ങൾ ഉണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, ഡീപ്പ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അതിനകത്ത് ഡീപ്പ് ഫ്രണ്ട്സ് എന്ന് പറയാൻ നമുക്ക് വളരെ കുറച്ച് പേരെ ഉള്ളൂ. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പരിചയക്കാരെല്ലാം നമ്മുടെ ഫ്രണ്ട്സാണല്ലോ. നമ്മളെല്ലാവരോടും നന്നായിട്ട് ഇടപെടുന്ന ആരും നമ്മുടെ ഒരു സുഹൃത്താണ്. ഒരാവശ്യത്തിൽ ആരും നമ്മളെ സഹായിക്കും. ഇപ്പം ഞാൻ പെട്ടെന്ന് ഷാജിച്ചേട്ടനോടൊരു ആവശ്യം ചോദിച്ചാൽ വ്യാഖ്യാനം ചെയ്തു തരും. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു തരത്തില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നുള്ളതല്ല. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഒരു പരിഗണനയാണ്. അത് നമ്മൾ CCL വന്നപ്പോഴാണ് ഞാൻ ചേട്ടനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇപ്പം വന്നപ്പോൾ ചേട്ടനൊരു മെസ്സേജ് അയച്ചപ്പോൾ ഞാനിവിടെ ഉണ്ട് എന്നെനിക്ക് പറയാൻ തോന്നിയത് ആ ഒരു പരിചയം. അതിനെ നമ്മൾ ചിലപ്പോൾ വേറൊരാൾ കാണുമ്പോൾ അതിനെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കൂടുതലും ഇതുപോലത്തെ പരിചയങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ആ പരിചയങ്ങൾ പുതുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ സൗഹൃദങ്ങൾ എന്ന് പറയുന്ന വലയത്തിലേക്ക് എത്തുന്നത്. പിന്നെ കൂടെ പഠിച്ച ആൾക്കാർ കോളേജിൽ വെച്ച് അവരെയൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫ്. അപ്പം അവരെ മീറ്റ് ചെയ്യാനുള്ള സാഹചര്യം കിട്ടുമ്പോൾ ഞാൻ അതിലേക്ക് പോകും. എനിക്ക് ഈ വന്നിട്ട് പിന്നെ വേറെ ഫങ്ഷൻസ്, ഇവിടെ അവിടെ ഒരു പാർട്ടി ഉണ്ട്, അവിടെ പോവാം, അല്ലെങ്കിൽ അവിടെ ഒരു ഡിന്നർ, ലഞ്ച്, ഒരു വലിയൊരു ഗ്യാതറിംഗ് ഉണ്ട്, അവിടെ പോയി എനിക്ക് അങ്ങനത്തെ പരിപാടികൾ മാക്സിമം ഒഴിഞ്ഞു നിൽക്കാൻ ഞാൻ നോക്കും. തീരെ നിവൃത്തിയില്ലേ പോകത്തുള്ളൂ. കൂടുതലും എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഈ ഒരു ദിവസം എത്ര ദിവസം ഇവിടെ ഉണ്ടാകും? കുറച്ച് ദിവസങ്ങൾ. ഇപ്പം വന്നിട്ടൊരു 3-4 ദിവസമായി, 2-3 ദിവസം കൊണ്ട് ഉള്ളോ? ഓക്കെ. പിന്നെ കുടുംബം, ഫാമിലിയെ കുറിച്ച്? ഫാമിലി, വൈഫ് തിരുവല്ല മർത്തമ കോളേജിലെ അധ്യാപികയാണ്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിക്കുന്നു. മൂത്ത മകൻ രക്ഷിത്ത് 9th സ്റ്റാൻഡേർഡിലാണ്. രണ്ടാമത്തെ മകൻ മന്നവ് 1st സ്റ്റാൻഡേർഡിലാണ്. പിന്നെ എൻ്റെ സ്കൂളിങ്സ്, എൻ്റെ 1st സ്റ്റാൻഡേർഡ് 2nd സ്റ്റാൻഡേർഡും 3rd സ്റ്റാൻഡേർഡ് ഞാൻ ഷാർജയിലാണ് പഠിച്ചത്. ശരി. എൻ്റെ ഫാദർ അന്ന് ഇവിടെ വർക്ക് ചെയ്യായിരുന്നു. എന്നിട്ട് ഞാൻ നാട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഗൾഫായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. ഓക്കെ. കൂടുതൽ നല്ല സിനിമകൾ കിട്ടട്ടെ, നല്ല വേഷങ്ങളിലൂടെ പ്രശാന്ത് കൂടുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശസ്തനാകട്ടെ. അതൊരു നമ്മുടെ ഒരു ആഗ്രഹമാണ്. പിന്നെ അതുപോലെ തന്നെ വീണ്ടും അടുത്ത CCL ഇപ്രാവശ്യം CCL നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയത് തന്നെ ഞാൻ കളി നേരിട്ട് കണ്ട ഒരാളാണ്. എനിക്ക് കാണാൻ പറ്റിയതുകൊണ്ട് വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതിയത്. അപ്പോൾ എല്ലാവിധ ആശംസകളും അവർ TVയുടെ ഭാഗത്ത് നിന്ന്. അവർ TV കൂടുതൽ വളരട്ടെ. അവർ TV ആയിട്ട് ഒരു ബിസിനസ് ക്ലാസ് ഒക്കെ എടുത്ത് തന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ ഉള്ള ലെവലിലേക്ക് അവർ ടീം വലിയ പരിപാടികളിലെ തീർച്ചയായിട്ടും. താങ്ക് യു.